തൃക്കാക്കര എംഎൽഎ ആയിട്ടുള്ള ഉമാ തോമസിനോട് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിവർത്തിയില്ലാതെ ഇന്നിപ്പോ ഒരു താക്കീത് കൊടുത്തു. സഭയിൽ ഗൗരവമേറിയ ചർച്ച നടക്കുമ്പോൾ തൃക്കാക്കര സാമാജികന്റെ പണി എന്താണെന്ന് നമ്മൾ ആരും പറയുന്നില്ല. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ജി അങ്ങേ ഒന്ന് നാട്ടുകാരോട് പറഞ്ഞു കൊടുത്തേ. പ്രവർത്തനങ്ങൾ ശ്രീമതി ഉമാ തോമസ്, ഞാനൊരു വാക്ക് പറഞ്ഞോട്ടെ. നമ്മുടെ ഈ സഭയ്ക്കകത്ത് ഉല്ലാസയാത്ര നടത്തുന്നത് പോലെ, ഉമാ തോമസ് ഒരു സെക്കൻഡ്, ഈ സഭയ്ക്കകത്ത് ഉല്ലാസയാത്ര നടക്കുന്നത് പോലെ സഭ ഗൗരവതരമായി ഇവിടെ മുന്നോട്ട് പോകുമ്പോ അതിന്റെ നടുവിലൂടെ ഓളം വെട്ടി പോകുന്നത് ദയവായിട്ട് ഒഴിവാക്കണം. പല പ്രാവശ്യം നമ്മൾ ഇത് പറഞ്ഞതാണ്. ഇനി പറയാൻ ഇടയാക്കരുത്. ഇനി ഉമാ തോമസ് പ്രൊസീഡ് ചെയ്തോളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി നടക്കുകയാണ്. നാട്ടുകാരുടെ അടുത്തെല്ലാം സൊറ പറഞ്ഞ് നടക്കുകയാണ്. ഇനി ഇതിവിടെ അനുവദിക്കാൻ പറ്റില്ല എന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സഭയിൽ ബജറ്റ് പ്രസംഗത്തിൽ അവർ സംസാരിക്കാൻ എണീറ്റപ്പോഴാണ് ഈ താക്കീത് കൊടുത്തത്. ഇമാതിരി പണി ഇനി നടക്കൂലേ? ഞാൻ ഇവിടെ ചുമ്മയല്ല ഇരിക്കണം. ഇനി ഈ തേറാപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അത് ശരിയായ രീതിയല്ല. അതുകൊണ്ട് വച്ച് അവസാനിപ്പിച്ചോളണം എന്ന താക്കീത് കൊടുക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ എത്രമാത്രം സഹിച്ചിട്ടായിരിക്കും ഒരു സ്പീക്കറിന് ഇത് പറയേണ്ടി വന്നത്? പ്രവർത്തനങ്ങൾ ശ്രീമതി ഉമാ തോമസ്, ഞാനൊരു വാക്ക് പറഞ്ഞോട്ടെ. നമ്മുടെ ഈ സഭയ്ക്കകത്ത് ഉല്ലാസയാത്ര നടത്തുന്നത് പോലെ, ഉമാ തോമസ് ഒരു സെക്കൻഡ്, ഈ സഭയ്ക്കകത്ത് ഉല്ലാസയാത്ര നടക്കുന്നത് പോലെ സഭ ഗൗരവതരമായി ഇവിടെ മുന്നോട്ട് പോകുമ്പോ അതിന്റെ നടുവിലൂടെ ഓളം വെട്ടി പോകുന്നത് ദയവായിട്ട് ഒഴിവാക്കണം. പല പ്രാവശ്യം നമ്മൾ ഇത് പറഞ്ഞതാണ്. ഇനി പറയാൻ ഇടയാക്കരുത്. ഇനി ഉമാ തോമസ് പ്രൊസീഡ് ചെയ്തോളൂ. സാധാരണഗതിയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ കണ്ണടച്ച് കളയുന്നതാണ്. പക്ഷേ ഈ കണ്ണടയ്ക്കും തോറും ഉമാ തോമസിന്റെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. സഭ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സഭാ നടപടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊന്നും അവർക്ക് കേൾക്കാനോ അല്ലെങ്കിൽ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന വിവാദങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സഭയിൽ തീവ്രമായ ചർച്ച നടക്കുമ്പോഴും ഉമാ തോമസിന് വേറെ ബിസിനസ് ആണെന്നാണ് തിരുവഞ്ചൂരിന്റെ പരാതി. ആ പരാതിയാണ് ഒടുവിൽ നിവർത്തികേട് കൊണ്ട് ഇങ്ങനെ പരസ്യമായി പറഞ്ഞത്. കാര്യം അവർ സംസാരിക്കാൻ എണീറ്റ സന്ദർഭത്തിൽ തന്നെ നേരത്തെ കരുതി വെച്ചിരുന്നത് പോലെ തിരുവഞ്ചൂർ ഇങ്ങനെ ഒരു താക്കീത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ സഭയ്ക്കകത്ത് എത്രമാത്രം ശല്യം ഉമാ തോമസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കണ്ട് സഹിക്കാൻ വയ്യാതെ ഏറ്റവും ഒടുവിൽ സംസാരിക്കാൻ സമയം കൊടുത്ത വേളയിൽ തന്നെ കോൺഗ്രസിന്റെ ജനപ്രതിനിധിയെ സ്പീക്കറിന് താക്കീത് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ സഭയിൽ വരുന്ന എന്ത് ബിസിനസ്സാണ് നടത്തുന്നതെന്ന് നാട്ടുകാർക്ക് തന്നെ ചിന്തിക്കാം. സഭയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ സമയമില്ല. സൊറയൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി നടക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നവരാണ് കോൺഗ്രസിന്റെ MLA-മാരെന്ന് തെളിയിക്കുന്നതാണ് സ്പീക്കറുടെ ഈ പരാമർശം. പ്രവർത്തനങ്ങൾ ശ്രീമതി ഉമാ തോമസ്, ഞാനൊരു വാക്ക് പറഞ്ഞോട്ടെ. നമ്മുടെ ഈ സഭയ്ക്കകത്ത് ഉല്ലാസയാത്ര നടത്തുന്നത് പോലെ, ഉമാ തോമസ് ഒരു സെക്കൻഡ്, ഈ സഭയ്ക്കകത്ത് ഉല്ലാസയാത്ര നടക്കുന്നത് പോലെ സഭ ഗൗരവതരമായി ഇവിടെ മുന്നോട്ട് പോകുമ്പോ അതിന്റെ നടുവിലൂടെ ഓളം വെട്ടി പോകുന്നത് ദയവായിട്ട് ഒഴിവാക്കണം. പല പ്രാവശ്യം നമ്മൾ ഇത് പറഞ്ഞതാണ്. ഇനി പറയാൻ ഇടയാക്കരുത്. ഇനി ഉമാ തോമസ് പ്രൊസീഡ് ചെയ്തോളൂ.